കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നവരാത്രി 6ാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ നവരാത്രിയുടെ 5ാമത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ആ കൂട്ടത്തിൽ ഭഗവതിയെ ഏതു പൂക്കൾ കൊണ്ട് ആരാധിക്കണം, ഏതു പൂക്കൾ കൊണ്ട് പൂജിക്കണം എന്നുള്ള കാര്യം ഞാൻ പറയാനായി വിട്ടുപോയിരുന്നു. 5ാമത്തെ ദിവസം സ്കന്ദമാത എന്ന രൂപത്തിലാണ് ഭഗവതിയെ പ്രാർത്ഥിക്കേണ്ടത്. ഭഗവതിയെ പ്രാർത്ഥിക്കാനായിട്ട് ഏറ്റവും ഉത്തമമായ പുഷ്പം എന്ന് പറയുന്നത് ചുവന്ന നിറത്തിലുള്ള റോസാപ്പൂക്കളാണ്. ചുവന്ന നിറത്തിലുള്ള റോസാപ്പൂക്കൾ കൊണ്ട് ഭഗവതിയെ ആരാധിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇനി നമുക്ക് 6ാമത്തെ ദിവസം, നവരാത്രി 6ാം ദിവസം. 6ാം ദിവസം ഭഗവതിയെ ഏത് രൂപത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്? ഭഗവതിയെ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവതിയുടെ രൂപം എന്ന് പറയുന്നത് കാർത്യായനി രൂപമാണ്. മഹിഷാസുരനെ നിഗ്രഹിക്കുവാൻ വേണ്ടി അവതരിച്ച ശ്രീ പാർവതീ ദേവിയുടെ രൂപമാണ് കാർത്യായനി. ദേവി മനോഹരമായ ഒരു സിംഹത്തിൻ്റെ പുറത്താണ് യാത്ര ചെയ്യുന്നത്. ദേവിക്ക് 4 കൈകളാണ് ഉള്ളത്. ഇടതു കൈകളിൽ താമരയും വാളുമാണ് പിടിച്ചിരിക്കുന്നത്. വലതു കൈകളിൽ അഭയമുദ്രയും വരദമുദ്രയുമാണ് ഉള്ളത്. ഭഗവതി ഭരിക്കുന്ന ഗൃഹം എന്ന് പറയുന്നത് വ്യാഴഗ്രഹമാണ്. വ്യാഴഗ്രഹം നമുക്കറിയാം ഭാഗ്യകാരകനാണ്. വ്യാഴഗ്രഹം ജാതകത്തിൽ അനിഷ്ടഭാവത്തിലോ ദുർബലനായോ ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാഗ്യദോഷികളായിട്ടുള്ള മനുഷ്യർ, ഇവരൊക്കെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായിട്ട് ഭഗവതിയെ, അതായത് വ്യാഴഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായിട്ട് ഭഗവതിയെ കാർത്യായനി രൂപത്തിൽ പ്രാർത്ഥിക്കുക. ലൗകിക ജീവികൾ, അതായത് ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള മനുഷ്യരെല്ലാവരും തന്നെ ഭഗവതിയെ കാർത്യായനി രൂപത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമ്പത്തുണ്ടാകുമെന്നും കുടുംബത്ത് സമാധാനമുണ്ടാകുമെന്നും സ്വസ്ഥമായ ഒരു ജീവിതം നമുക്കുണ്ടാകുമെന്നും വിശ്വസിക്കുന്നു. അതിന് കാരണം വ്യാഴഗ്രഹത്തിൻ്റെ അനുഗ്രഹം കാർത്യായനി രൂപത്തിൽ ഭഗവതിയെ ആരാധിച്ചാൽ കിട്ടും എന്നുള്ളതുകൊണ്ടാണ്. ലളിതാ സഹസ്രനാമം നിരന്തരം ജപിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. എന്തിനാണ് ഭഗവതി കാർത്യായനി രൂപത്തിൽ അവതരിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, ദേവന്മാരും അസുരന്മാരും എപ്പോഴും ശത്രുക്കളാണ്. കശ്യപന് അതിഥിയിലും ദിതിയിലും ഉണ്ടായ പുത്രന്മാരാണ് ദേവന്മാരും അസുരന്മാരും. അച്ഛനൊന്നു തന്നെയാണ്, അമ്മയ്ക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ ഇവർ തമ്മിൽ നിരന്തരം വഴക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ വഴക്കിടുന്നത്? ആരാണ് 3 ലോകത്തിൻ്റെയും അധിപന്മാർ? ഇതിൻ്റെ പേരിലാണ് 2 കൂട്ടരും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാകുന്നത്. ചില സമയങ്ങളിൽ ദേവന്മാർ ജയിക്കും, മറ്റു ചില അവസരങ്ങളിൽ അസുരന്മാരും ജയിക്കും. അസുരന്മാർ സ്വന്തം കയ്യൂക്കിനെ മാത്രം ആശ്രയിക്കുന്നവരാണ്. അവർക്ക് സത്യത്തിലും ധർമ്മത്തിലും ഒന്നും തന്നെ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വഞ്ചനയും കാപട്യവും അവർ എപ്പോഴും സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. അതിലവർക്ക് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നതും ഇല്ല. പക്ഷേ ദേവന്മാർ എപ്പോഴും ഭഗവാനെ ആശ്രയിക്കും. ഭഗവാന്റെ കൃപ കൊണ്ടും സഹായം കൊണ്ടും ദേവന്മാർ വിജയങ്ങൾ കൈവരിച്ചിരുന്നു. സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും അവർ വ്യതിചലിച്ചിരുന്നതും ഇല്ല. അങ്ങനെ ഒരിക്കൽ ദേവന്മാർ 3 ലോകത്തിൻ്റെയും അധിപതികളായി ഇങ്ങനെ വാണരുളിയിരുന്ന കാലത്ത് മഹിഷൻ എന്ന
ഒരു അസുരൻ അസുര രാജാവായി തീരുന്നു. വലിയ ശക്തിമാനായിരുന്നു മഹിഷൻ. ആ മഹിഷൻ വലിയ ഒരു സൈന്യമൊക്കെ സംഭരിച്ചിട്ട് ദേവരാജാവായ ഇന്ദ്രനെ പോരിന് വിളിച്ചു. രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെ ശക്തന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ യുദ്ധം ഒരു 100 കൊല്ലം നീണ്ടു നിൽക്കുകയും ചെയ്തു. അവസാനം മായാവികളാണല്ലോ അസുരന്മാർ. അവർ മായവിദ്യ ഉപയോഗിച്ചിട്ട് ദേവന്മാരെ തോൽപ്പിച്ചു. അങ്ങനെ ദേവന്മാർക്ക് സ്വർഗത്തിൽ നിന്നും ഓടിപ്പോകേണ്ടതായിട്ടും വന്നു. അങ്ങനെ മഹിഷൻ സ്വയം ഇന്ദ്രനായി പ്രഖ്യാപിച്ചു. അങ്ങനെ 3 ലോകങ്ങളെയും അടക്കി വാഴുകയാണ് മഹിഷൻ. ദേവന്മാർക്ക് വലിയ വിഷമമായി. അവർ ബ്രഹ്മദേവനെ ശരണം പ്രാപിച്ച് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു. ആ സമയത്ത് ബ്രഹ്മാവ് പറയുകയാണ്, നമുക്ക് നാരായണനെയും മഹേശ്വരനെയും കാണാം. അങ്ങനെ അവരെല്ലാവരും കൂടി വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്ന് നാരായണനോട് സങ്കടം പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നമുക്കെല്ലാവർക്കും കൂടി കൈലാസത്തിലേക്ക് പോകാം. അങ്ങനെ എല്ലാവരും കൂടി കൈലാസത്തിൽ എത്തിച്ചേർന്നു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും മഹേശ്വരനോട് പറഞ്ഞു. മഹിഷാസുരൻ ദേവന്മാരെ എല്ലാവരെയും യുദ്ധത്തിൽ പരാജിതരാക്കി സ്വർഗത്തിൽ നിന്നും ഓടിച്ചിരിക്കുന്നു. സൂര്യൻ, അഗ്നി, ഇന്ദ്രൻ, വായു, ചന്ദ്രൻ, യമൻ, വരുണൻ മുതലായ എല്ലാ ദേവന്മാരുടെയും അധികാരങ്ങളെല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ അധികാരങ്ങളെല്ലാം ദുഷ്ടനായ മഹിഷാസുരനാണ് ഇപ്പോൾ നിർവഹിക്കുന്നത്. അങ്ങനെ സ്വസ്ഥാനങ്ങളിൽ നിന്ന് നിഷ്കാസിതരായ ദേവന്മാർ ഇപ്പോൾ ഭൂമിയിൽ വെറും മനുഷ്യരെ പോലെ ജീവിക്കുകയാണ്. അവരെ രക്ഷിക്കുവാനും മഹിഷാസുരനെ നിഗ്രഹിക്കാനുമുള്ള എന്തെങ്കിലും ഒരു മാർഗം ഇപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് ബ്രഹ്മദേവൻ മഹേശ്വരനോട് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ചു. അങ്ങനെ ഈ മഹിഷാസുരന്റെ ദുഷ്ടപ്രവർത്തികൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നതിൻ്റെ ഇടയ്ക്ക് കോപം കൊണ്ട് ബ്രഹ്മാവിൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും മഹേശ്വരൻ്റെയും മുഖങ്ങളിൽ നിന്ന് ഒരു തേജസ് പുറത്തേക്ക് വന്നു. ആ സമയത്ത് ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും അത്യുജ്വലമായ തേജസ് പുറത്തേക്ക് വന്നു. ആ തേജസ്സുകളുടെ പ്രകാശം ലോകം മുഴുവനും വ്യാപിച്ചു. ക്രമേണ ആ തേജസ്സുകളെല്ലാം കൂടി ചേർന്ന് ഒരൊറ്റ രൂപമായി തീർന്നു. അതൊരു സ്ത്രീ രൂപമായിരുന്നു. ശൈവ തേജസ് ആ നാരീരൂപത്തിൻ്റെ മുഖമായി തീർന്നു. വൈഷ്ണവ തേജസ് ബാഹുക്കളും ബ്രഹ്മ തേജസ് പാദങ്ങളുമായി തീർന്നു. യമന്റെ തേജസ് കേശങ്ങളും സോമന്റെ തേജസ് സ്തനങ്ങളും വരുണ തേജസ് വിരലുകളുമായി രൂപം പ്രാപിച്ചു. വസുക്കളുടെ തേജസ് കൈവിരലുകളും കുബേരന്റെ തേജസ് നാസികയും പ്രജാപതിയുടെ തേജസ് പല്ലുകളും അഗ്നിയുടെ തേജസ് കർണങ്ങളുമായി തീർന്നു. ഇങ്ങനെ ഓരോ ദേവന്മാരുടെയും തേജസ് ഓരോ അവയവമായി തീർന്ന ആ ദേവീ രൂപം നോക്കുന്നവരുടെ എല്ലാം കണ്ണഞ്ചിക്കുമാറ് പ്രകാശിച്ചു. അതുകൊണ്ട് ദേവന്മാരെല്ലാവരും സന്തുഷ്ടയായി ദേവിയെ പുകഴ്ത്തി. അതിനുശേഷം ദേവിയെ യുദ്ധസന്നദ്ധയാക്കുന്നതിനായി ഓരോരോ ആയുധങ്ങൾ അവർ ദേവിക്ക് സമ്മാനിച്ചു. ശിവൻ ശൂലവും വിഷ്ണു ചക്രവും വരുണൻ ശംഖും അഗ്നി ശക്തിയും നൽകി. വായു അമ്പു നിറഞ്ഞ ആവനാഴികളും വില്ലും കൊടുത്തപ്പോൾ ദേവേന്ദ്രൻ വജ്രായുധവും യമൻ കാലദണ്ഡും വരുണൻ പാശവും
ആയുധങ്ങളായി മഹാദേവിക്ക് കൊടുത്തു. ബ്രഹ്മാവ് കമണ്ഡലവും പ്രജാപതി ജപമാലയും ക്ഷീരസമുദ്രം മനോഹരങ്ങളായ മാലകളും എന്നും പുതുതായിരിക്കുന്ന പട്ടുവസ്ത്രങ്ങളും കാലൻ വാളും പരിചയും സമ്മാനിച്ചു. വിശ്വകർമാവ് ചൂടാരത്നമാണ് കൊടുത്തത്. സമുദ്രദേവത ഒരിക്കലും വാടാത്ത പങ്കജമാലകളും പോർച്ചട്ടയുമാണ് ദാനം ചെയ്തത്. ഹിമവാൻ വാഹനമായി സിംഹത്തെ നൽകി. കുബേരൻ സുരാപൂർണമായ പാനപാത്രവും അനന്തൻ മഹാമണി വിഭൂഷിതമായ നാഗഹാരവും നൽകി. അങ്ങനെ ദേവന്മാരിൽ നിന്നും ആഭരണങ്ങളും ആയുധങ്ങളും സിദ്ധിച്ച് സന്തുഷ്ടയായ ആ മഹാദേവി വീണ്ടും വീണ്ടും അട്ടഹസിച്ചു. ആ ഭയങ്കരമായ ശബ്ദം കേട്ട് ലോകം മുഴുവനും നടുങ്ങി. അതിൻ്റെ പ്രതിധ്വനി കൊണ്ട് കടലുകൾ മുഴുവനും ഇളകി മറിഞ്ഞു, പർവ്വതങ്ങൾ ചലിച്ചു. അതിനുശേഷം സിംഹവാഹിനിയായ ദേവിയുടെ പടപ്പുറപ്പാടാണ് പിന്നീട് കണ്ടത്. മുനിമാർ ഭക്തിയോടുകൂടി മഹാദേവിയെ സ്തുതിക്കുവാൻ തുടങ്ങി. അസുരന്മാർ അപ്രതീക്ഷിതമായ കോലാഹലങ്ങൾ കേട്ടിട്ട് പ്രകൃതിക്ഷോഭവും മറ്റും അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നോർത്ത് ആശങ്ക പൂണ്ടു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് ഇത്ര വലിയ ശബ്ദ കോലാഹലം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മഹിഷാസുരൻ ആയുധങ്ങളും എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. ഉടൻ തന്നെ മറ്റ് അസുരന്മാരും മഹിഷാസുരനെ അനുഗമിച്ചു. അങ്ങനെ അവരുടെ അടുത്തേക്ക് മഹാദേവി എത്തിച്ചേർന്നു. മഹിഷാസുരനും മറ്റ് അസുരന്മാരും നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? അംബരചുംബിയായ ഒരു സ്ത്രീ രൂപം. ദേവി മഹിഷാസുരനെ കണ്ട് അട്ടഹസിച്ചുകൊണ്ട് യുദ്ധത്തിന് ക്ഷണിച്ചു. ഉടൻ തന്നെ വാശിയോടുകൂടി മഹിഷാസുരൻ ദേവിയോട് യുദ്ധം ചെയ്തു. രണ്ടുപേരും വാശിയോടുകൂടി യുദ്ധം ചെയ്തു. മഹിഷാസുരന്റെ സേനാനായകന്മാർ വലിയ വലിയ സൈന്യങ്ങളെയും ശേഖരിച്ചുകൊണ്ട് അവിടേക്ക് പാഞ്ഞെത്തി. അങ്ങനെ മഹിഷാസുരനും ദേവിയും തമ്മിൽ ഒരു വശത്ത് യുദ്ധം ചെയ്യുന്നു, മറുവശത്ത് മഹാദേവിയുടെ വാഹനമായ സിംഹം അസുരപ്പടയോട് യുദ്ധം ചെയ്യുന്നു. ദേവിയുടെ വാഹനമായ സിംഹം വളരെ ക്രോധത്തോടു കൂടി അസുരന്മാരുടെ ഇടയിൽ ഓടി നടന്ന് ധാരാളം അസുരന്മാരെ വധിച്ചു. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അംബികയുടെ ഓരോ നിശ്വാസങ്ങളിൽ നിന്നും 100 കണക്കിന് ദേവീ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയും അവരൊക്കെ തന്നെ അസുരന്മാരോട് യുദ്ധം ചെയ്യുകയും ചെയ്തു. മഹിഷാസുരൻ നോക്കുമ്പോൾ തൻ്റെ സൈന്യങ്ങളും സേനാ നായകന്മാരും എല്ലാവരും തന്നെ മരിക്കുന്നു. ഉടൻ തന്നെ മഹിഷാസുരൻ കോപത്തോടുകൂടി സ്വയം ഭയങ്കരമായ ഒരു മഹിഷത്തിന്റെ രൂപം ധരിക്കുകയും ദേവിയോട് യുദ്ധം ചെയ്യുകയും ചെയ്തു. ദേവിയുടെ സൈന്യങ്ങളെ മഹിഷത്തിന്റെ രൂപത്തിൽ വന്ന് അസുരൻ ഭയപ്പെടുത്തുവാനും തുടങ്ങി. ചിലരെ കാലുകൊണ്ട് ചവിട്ടി, മറ്റു ചിലരെ കൊമ്പുകൊണ്ട് കുത്തി, മറ്റു ചിലരെ വാലുകൊണ്ട് അടിച്ചു, പിന്നെ ചിലരെ ശക്തിയായി തലയാട്ടി നിലത്തു വീഴ്ത്തി. അങ്ങനെ ഭയങ്കരമായ ഒരു ആക്രമണമാണ് പിന്നീട് മഹിഷാസുരൻ നടത്തിയത്. ഇത് കണ്ടപ്പോൾ ചണ്ഡിക ഇവനെ വധിക്കുവാൻ സമയമായി എന്ന് തീർച്ചപ്പെടുത്തി. ആദ്യം തന്നെ മഹാദേവി ഒരു കയറെടുത്ത് അവന്റെ ശരീരം മുഴുവനും വരിഞ്ഞുകെട്ടി. യുദ്ധത്തിൽ കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ട അവൻ ഉടൻ തന്നെ മഹിഷം എന്ന രൂപത്തെ വെടിയുകയും മായ കൊണ്ട് ഒരു വലിയ സിംഹമായി അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ദേവി
ആ സിംഹത്തിന്റെ തല വെട്ടിക്കളഞ്ഞു. ഉടൻ തന്നെ മായാവിയായ മഹിഷൻ സിംഹത്തിന്റെ രൂപം ഉപേക്ഷിച്ചിട്ട് ഒരു പുരുഷനായി വന്ന് വാളും കയ്യിലെടുത്ത് യുദ്ധം തുടങ്ങി. ആ വാളും പരിചയും മുറിഞ്ഞപ്പോൾ അവൻ ഒരു വലിയ ആനയുടെ രൂപത്തിലാണ് പിന്നീട് വന്നത്. ആനയുടെ രൂപത്തിൽ വന്ന് മഹാദേവിയുടെ സിംഹത്തെ പിടിച്ചു വലിക്കുവാൻ തുടങ്ങി. ദേവി ഉടൻ തന്നെ ആനയുടെ തുമ്പിക്കൈ വെട്ടി. അസുരൻ വീണ്ടും മഹിഷത്തിന്റെ രൂപം ധരിച്ച് ആക്രമിക്കുവാനായി മുമ്പോട്ടേക്ക് വന്നു. 3 ലോകങ്ങളെയും വിറപ്പിച്ചു കൊണ്ടുവരുന്ന മഹിഷരൂപധാരിയായ മഹിഷാസുരനെ കണ്ട് ക്രുദ്ധയായ മഹേശ്വരി ആവേശം പകരുന്നതിനായി അല്പം മധു പാനം ചെയ്യുവാൻ തീർച്ചപ്പെടുത്തി. ക്രോധത്തോടു കൂടി ദേവി അസുരനോട് പറഞ്ഞു, മതി മതി, നിൽക്ക്, ഞാൻ മധു പാനം ചെയ്യട്ടെ. അതിനുശേഷം ഞാൻ നിന്നെ വധിക്കുന്നതാണ്. നിന്റെ വധം കണ്ട് ദേവകൾ സന്തോഷിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് ദേവി ആ മഹിഷത്തിന്റെ പുറത്തേക്ക് ചാടിക്കയറി. അതിനുശേഷം അവന്റെ പുറത്തു കയറിയിരുന്ന് കഴുത്തിൽ ചവിട്ടി ശൂലം കൊണ്ട് ആഞ്ഞ് കുത്തി. മഹിഷദേഹത്തിൽ നിന്ന് പകുതി പുറത്തു വന്ന് യുദ്ധം ചെയ്യുന്ന അസുരന്റെ കഴുത്ത് വാളുകൊണ്ട് വെട്ടി ദേവി താഴെയിട്ടു. അതോടുകൂടി മഹിഷൻ എന്ന അസുരന്റെ ജീവനും നഷ്ടപ്പെട്ടു. മഹിഷാസുരൻ മരിച്ചതറിഞ്ഞ് അസുര സൈന്യം മുഴുവനും 4 പാടും ചിതറിയോടി. അങ്ങനെ മഹിഷൻ എന്ന അസുരനെ ഭഗവതി വധിച്ചിരിക്കുന്നു. അത് കണ്ടതും സന്തുഷ്ടരായ ദേവന്മാരും മഹർഷിമാരും മഹാദേവിയെ സ്തുതിക്കുവാൻ തുടങ്ങി. ഗന്ധർവന്മാർ പാട്ടുപാടി, അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്തു. എല്ലാവരും സന്തോഷിച്ചു. 3 ലോകങ്ങളിലും ആശ്വാസം നിറഞ്ഞു. അങ്ങനെ മുനിമാരും ദേവന്മാരും എല്ലാവരും തന്നെ മഹാദേവിയെ പ്രണമിച്ച് മഹാദേവിയെ സ്തുതിച്ചു. ഇവിടെ മഹിഷാസുരനെ വധിക്കുന്നതിന് വേണ്ടി ഭഗവതി കൈക്കൊണ്ട രൂപമാണ് കാർത്യായനി രൂപം. ആ രൂപത്തിലാണ് ദേവി മഹിഷൻ എന്ന അസുരനെ വധിച്ച് ദേവന്മാർക്ക് സമാധാനം കൊടുത്തത്. അങ്ങനെ മഹിഷാസുര മർദ്ദിനിയായ കാർത്യായനി ദേവിയെയാണ് നവരാത്രിയുടെ 6ാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അന്നേ ദിവസം ഭഗവതിക്ക് നൈവേദ്യമായി സമർപ്പിക്കേണ്ടത് തേനാണ്. അതുപോലെ തന്നെ അന്നു ധരിക്കേണ്ടുന്ന നിറം, വസ്ത്രത്തിന്റെ നിറം എന്ന് പറയുന്നത് ചാര കളറാണ്, ഗ്രേ കളർ. ഈ ചാര നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത്, അന്നേ ദിവസം ആ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നു. വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനും നമ്മളെ കൂടുതൽ വിനയമുള്ളവരാക്കി തീർക്കുന്നതിനും ഈ നിറം സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓറഞ്ച് നിറത്തിലുള്ള ജമന്തി പൂക്കൾ, ആ ജമന്തി പൂക്കൾ കൊണ്ട് അന്നേ ദിവസം ഭഗവതിയെ പൂജിക്കുന്നത് ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നവരാത്രി 6ാം ദിവസവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, കാർത്യായനി രൂപത്തിലാണ് ഭഗവതിയെ പ്രാർത്ഥിക്കേണ്ടത്. ദേവിക്ക് 4 കൈകളാണ് ഉള്ളത്. മനോഹരമായ സിംഹത്തിന്റെ പുറത്താണ് ഭഗവതി സഞ്ചരിക്കുന്നത്. ഇടതു കൈയിൽ താമരയും വാളുമാണ്, ഇടതു കൈകളിൽ താമരയും വാളും പിടിച്ചിരിക്കുന്നു. വലതു കൈകളിൽ അഭയമുദ്രയും വരദമുദ്രയും. ദേവിക്ക് നൈവേദ്യമായി സമർപ്പിക്കേണ്ടത് തേനാണ്. ചാരനിറത്തിലുള്ള വസ്ത്രങ്ങളാണ് അന്നേ ദിവസം ധരിക്കേണ്ടത്. ഓറഞ്ച് നിറത്തിലുള്ള ജമന്തി പൂക്കളാണ് നമ്മൾ ഭഗവതിയെ പൂജിക്കാനായി ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, ഭഗവതിയെ പ്രാർത്ഥിക്കേണ്ടുന്ന നാമം അത് എന്താണ്? ഇപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നതാണ് ഭഗവതിയെ പ്രാർത്ഥിക്കാനുള്ള നാമം.
നമ്മൾ ഭാഗവതമൊക്കെ പഠിക്കുന്ന സമയത്ത് ഗോപസ്ത്രീകൾ ഭഗവാനെ ഭർത്താവായി ലഭിക്കുന്നതിനായിട്ട് കാർത്യായനി ദേവിയെ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ രൂപത്തിൽ മഹേശ്വരിയെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് എന്നുള്ളത്. കാരണം അഭീഷ്ടവരദായിനിയാണ് മഹേശ്വരി. ലൗകിക ജീവികൾ അവരുടെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അവര് മഹേശ്വരിയെ ഈ രൂപത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ ഗോപസ്ത്രീകൾക്കും അവരുടെ ഒരു ആവശ്യമായിരുന്നു. എന്ത്? കൃഷ്ണനെ ഭർത്താവായി ലഭിക്കണം എന്നുള്ളത്. അതിനുവേണ്ടി അവർ പ്രാർത്ഥിച്ചു, വ്രതമെടുത്തു എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ഈ നാമം ഒന്ന് നോക്കാം. ഈ നാമത്തിന്റെ അർത്ഥവും നമുക്കൊന്ന് നോക്കാം. ചന്ദ്രഹാസോജ്വലകര ശാർദൂലവരവാഹന കാർത്യായനി ശുഭം ദദ്യ ദേവി ദാനവ ഘാതിനി. ഉജ്ജ്വലമായ പ്രകാശത്തോടു കൂടിയ ചന്ദ്രഹാസമെന്ന വാളിനെ കയ്യിൽ പിടിച്ചിരിക്കുന്നവളും സിംഹത്തിനെ വാഹനമാക്കി സ്വീകരിച്ചിട്ടുള്ളവളും അതുപോലെ ദാനവനെ അസുരനെ സംഹരിച്ചിട്ടുള്ളവളുമായ അല്ലയോ കാർത്യായനി ദേവി, അവിടുന്ന് ഐശ്വര്യം കൊണ്ടുവരേണമേ. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഈ ശ്ലോകം 9 തവണ ജപിക്കാം, 21 തവണ ജപിക്കാം, 108 തവണ ജപിക്കാം, 1008 തവണ ജപിക്കാം, ഇഷ്ടമുള്ളത്രയും തവണ ജപിക്കാം. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ നാമം രാവിലെയും വൈകുന്നേരവും സന്ധ്യയ്ക്കും ജപിക്കുന്നു, ഇടസമയങ്ങളൊക്കെ തന്നെ ഓം കാർത്യായനി ദേവിയെ നമ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക. അമ്മേ നാരായണ ജപിക്കുക. എല്ലാം മഹേശ്വരി തന്നെയാണ്. എങ്കിലും അന്നത്തെ ദിവസം നമ്മൾ ഭഗവതിയെ ഈ രൂപത്തിൽ ആരാധിക്കുന്നു. ലൗകിക ജീവികളാണ്, അതായത് നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ മനുഷ്യരാണ് ഈ രൂപത്തിൽ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത്. നമുക്കെന്താണ്? വീട് വേണം, നല്ല കല്യാണം നടക്കണം, കാശ് വേണം, കുട്ടി നന്നായിട്ട് പഠിക്കണം, വീട് വെക്കണം, ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങളാണ് അല്ലേ? ഈ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് നമ്മുടെ കർമ്മം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ബലത്തിനായി കാർത്യായനി രൂപത്തിലുള്ള ഭഗവതിയെ കൂടി ആരാധിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യമായിരിക്കും ഫലം എന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കഥയൊക്കെ നന്നായി മനസ്സിലാക്കുക. മഹിഷാസുര മർദിനിയാണ്, അതുകൊണ്ട് തന്നെ മഹിഷാസുര മർദിനിയെ പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.